ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയത്? രാവിലെ മുതൽ തന്നെ നമ്മളെ എവിക്ഷൻ കണ്ടില്ലേ, ഇത്തവണ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ, നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ, ഇത്തവണ നീ സ്ലോ ആണേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞാലല്ലേ മക്കളെ പറയാൻ പറ്റൂ, ഷൂട്ട് കഴിയുന്നതിന് മുന്നേ പറയാൻ പറ്റുമോ? 50ാമത്തെ ദിവസമല്ലേ, അതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഇല്ലേ? അപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, ആരാണ് ഔട്ടായതെന്ന് പറയാം. അതോടൊപ്പം തന്നെ പ്രൊമോ വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ് റീ എൻട്രി ചെയ്തിരിക്കുകയാണ് ഒരാൾ. ആരാണ്? എല്ലാ അപ്ഡേറ്റും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോ സൺഡേയിലത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 50ാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ലാഗായി പോയിട്ടുള്ളത്. അപ്പം ഔട്ടായത് ഞാൻ അറിഞ്ഞത് റെനയാണെന്നാണ്. റെന മാത്രമാണ് ഔട്ടായതെന്നാണ് അറിയുന്നത്. പിന്നെ ആരും ഔട്ടായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഔട്ടായോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. റെന ഔട്ടായിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഇന്ന് കാണാൻ പറ്റത്തില്ല. ആര്യൻ ഔട്ടൊന്നും അല്ല എന്നാണ്, ആര്യൻ ഔട്ട് അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനവും. ഞാൻ അറിയുന്നതും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. പിന്നെ ഒരു പ്രൊമോ, എന്നല്ല 2 പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രൊമോയിലാണ് ഈ മിന്നൽ തിളങ്ങി കാറ്റും കോളും, ആ പാട്ടിലൂടെ ഒരു അതിഥി വരുന്നുണ്ടെന്ന് പറയുന്നു. വീട്ടുകാരെല്ലാരും കൂടി വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ വായും പൊളിച്ച് നിൽക്കുവാണ്. ആരാണ് അതിഥി? പ്ലാച്ചി. അതെ, വേറെ റീ എൻട്രി ഒന്നും അല്ല മക്കളെ. ഇപ്പൊ കുറെ തന്നെ വെട്ടിക്കൊല്ലാൻ വന്ന് കാണും. റീ എൻട്രി ആണോ നിന്റെ റീ എൻട്രി, എനിക്ക് ഇപ്പൊ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാച്ചിയാണ് റീ എൻട്രി എന്നാണ് അറിയുന്നത്. സ്പൈക്കുട്ടനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പ്ലാച്ചിയാണ് റീ എൻട്രി എന്നാണ് അറിയാനായിട്ട് പറ്റിയത്. നമുക്ക് നോക്കാം, എപ്പിസോഡ് വരട്ടെ അല്ലേ, നമുക്ക് നോക്കാം. സോ ഇത്രയാണ് പറയാനുള്ള കാര്യം. ദെൻ അനീഷിന്റെയും ഷാനവാസിന്റെയും സ്നേഹത്തിന്റെ, അതുപോലെ തന്നെ എന്താ പറയുക, സുശീല, ലീല, മാല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ജിസേലിന്റെ പാട്ടിന്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വീക്കെൻഡിൽ പല പല സാധനങ്ങളും ഡിസ്കസ് ചെയ്യുന്നു നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി മക്കളെ, തെറ്റിപ്പോയി. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലാലേട്ടന് അതും കൂടെ ഇതിന്റെ ഇടയിൽ കൂടി, ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ആണെന്ന് തോന്നുന്നു ആ അവാർഡ് കിട്ടിയത്. എന്തായാലും കൊള്ളാം, എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം. എന്താണെന്ന് നോക്കാം. ബിക്കോസ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവായി വിശേഷിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതൽക്കാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. അപ്പൊ ചലച്ചിത്ര രംഗത്ത് കൊടുക്കുന്ന ഒരു എന്താ പറയുക പുരസ്കാരമാണ്. അപ്പൊ എന്തായാലും ലാലേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് അപ്ഡേറ്റ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.